വെൽക്കം ടു ജിരോസ് ഫാഷൻ. ഇന്ന് നമ്മള് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പായസമാണ്. അത് അരി ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ആദ്യം മുതൽ അവസാനം വരെയും കാണുക. അപ്പൊ ഇതെങ്ങനെ തയ്യാർ ചെയ്യാം, എങ്ങനെ സ്പീഡിൽ നമുക്കൊരു സ്വീറ്റ് പായസം എങ്ങനെ കഴിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ കാണാം. അപ്പൊ നമുക്ക് ഈ പായസം തയ്യാർ ചെയ്യാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നമുക്ക് ഇപ്പോൾ കാണാം. അപ്പൊ നമുക്ക് ഇതിനായിട്ട് വേണ്ടത്, ഞാനിവിടെ സാധാരണ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. കഴുകി എടുത്തതാണ് കേട്ടോ. ഇതൊരു 3 ടേബിൾ സ്പൂൺ അരി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു 10 കാഷ്യൂ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ഏലക്കയും കൂടെ എടുത്തിട്ടുണ്ട്. ഇപ്പം ഇത് നമ്മൾ അരി ഓൾറെഡി നമ്മൾ കഴുകി ഉണങ്ങിയ അരിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാധാരണ അരിയാണെങ്കിൽ കുഴപ്പമില്ല, ബാസ്മതി റൈസ് ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ കഴുകിയിട്ട് കുറച്ച് നേരം അതൊന്ന് വെള്ളം മാറിക്കഴിഞ്ഞിട്ട് എടുക്കുക. അപ്പം നമുക്ക് ഈ 3 കാര്യങ്ങളോട് മിക്സി ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പോവാണ്. ഒത്തിരി പൊടിക്കണ്ട, ജസ്റ്റ് ഒന്ന് തരിതരിയായിട്ട് നമുക്കിതൊന്ന് അടിച്ചുകൊണ്ട് വരാം. അതുപോലെ തന്നെ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് 1/2 ലിറ്റർ പാലാണ്. ഞാനിവിടെ പാലെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം നമുക്കിതൊന്ന് പൊടിച്ചുകൊണ്ട് വരാം. അപ്പം നമ്മൾ മിക്സി ജാർ എടുത്തിട്ടുണ്ട്. നമുക്ക് അരിയും അതുപോലെ കാഷ്യൂനട്ടും ഏലക്കയും കൂടെ നമുക്ക് ഇതിനകത്ത് ഇട്ടിട്ടൊന്ന് പൊടിച്ചുകൊണ്ട് വരാം. ഒത്തിരി പൊടിയരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് തരിതരിയായിട്ട് നമുക്കൊന്ന് പൊടിച്ചുകൊണ്ട് വരാം. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഇതുപോലെ തരിതരിയായിട്ട് പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ ഇനി നമ്മൾ പാലൊന്ന് തിളപ്പിക്കാൻ പോവാണ്. അപ്പം പാല് നമ്മൾ ആദ്യം ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞ ശേഷം വേണം പൊടി ഇടാനായിട്ട്. നമ്മളിവിടെ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ പാലൊന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ പൊടിച്ച് വെച്ച അരിയും കാഷ്യൂനട്ടും അതുപോലെ ഏലക്കയും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പാല് ചൂടായിട്ട് വരുന്നുണ്ട്. ഒന്ന് തിള തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് അരി പൊടിച്ച് വെച്ചിരിക്കുന്നത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അപ്പം മധുരം നമുക്ക് നോക്കാം, നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് ഇതിനകത്തേക്ക് നമുക്ക് കുങ്കുമപ്പൂവിൻ്റെ 1-2 ഇത് ഇടുകയാണ് കേട്ടോ. ഇത് എത്ര ഇട്ടാൽ മതി. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പാലൊന്ന് തിളച്ച് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് അരിയും കാഷ്യൂനട്ടും അതുപോലെ ഏലക്ക പൊടിച്ചതും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് അരി കുക്കായി വരും. അതുപോലെ തന്നെ പായസം നന്നായിട്ട് തിക്കായിട്ടും വരും. നമുക്കതൊന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മളെല്ലാ ഐറ്റംസും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചിട്ട് അരി വേകാനായിട്ട് നമുക്കൊന്ന് സമയം കൊടുക്കാം. ഇപ്പം നമ്മുടെ പായസം റെഡിയാവുന്നുണ്ട്. അരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫ്ലെയിം നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഹൈയിലും അതുപോലെ മീഡിയം ലോ അങ്ങനെ മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം നന്നായിട്ട് അരിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്നത്. ഇനിയെന്ന് വെച്ചാൽ നമ്മൾ കാഷ്യൂവും അതുപോലെ കിസ്മിസും എല്ലാം ഒന്ന് നമ്മൾ നെയ്യിൽ വറുത്തിട്ട് നമുക്ക് ഇടണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്ക് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പഞ്ചസാര ഓൾറെഡി ഇട്ടതാണ്. അപ്പോൾ നമ്മൾ 5 ടേബിൾ സ്പൂണാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒന്ന് നോക്കിയിട്ട് വേണേ. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് കണ്ടൻസ് മിൽക്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നെയ്ക്കകത്ത് നമ്മൾ കാഷ്യൂണ്ടിയും അതുപോലെ കിസ്മിസ് എല്ലാം കൂടെ ഒന്ന് വറുത്തിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇരിക്കും തോറും ഇത് ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ചെറിയ കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതിനകത്തേക്ക് ഇനി നമുക്ക് കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇനിയും ഇത് കണ്ടില്ലേ, നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത്ര
ഇത്രേ ഉള്ളൂ, നമ്മുടെ അടിപൊളി പായസം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, സിമ്പിളല്ലേ, പെട്ടെന്നായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം, കാരണം ആ നെയ്യുടെ ഒക്കെ മണം അതിനകത്തൊന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ആകണം. അപ്പം അടച്ച് വെക്കുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയ ഒരു പൊടിക്കായ ഇതിനകത്ത് ചെയ്യണം. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് ഉപ്പിടുന്നുണ്ട്. അപ്പം നമ്മുടെ മധുരം എല്ലാം ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കുക. കണ്ടില്ലേ, നല്ല കളറാണ്. പിന്നെ നമുക്കിതൊന്ന് അടച്ച് കൊടുക്കാം കേട്ടോ. അടച്ച് വെച്ചിട്ട് നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ നല്ലതായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പം നമുക്കിതൊന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കണ്ടില്ലേ, നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ബൗള്, ഞങ്ങളുടെ വീട്ടിൽ 4 പേരാണ്, പക്ഷെ അതിൽ രണ്ടാമത്തെ മോക്ക് സ്വീറ്റ്സ് എന്ന് പറയുന്നത് വലിയ താല്പര്യമുള്ള കൂട്ടത്തിലല്ല. അത് കാരണം ഞങ്ങൾ 3 ബൗളേ എടുത്തിട്ടുള്ളൂ. അത് മാത്രമല്ല അവർക്ക് സ്പൈസി ഐറ്റംസ് ഒക്കെയാണ് കൂടുതൽ ഇഷ്ടം. അപ്പം നമുക്കിന്ന് 3 പേരാണ് കഴിക്കാൻ പോകുന്നത്. ഇതിനകത്ത് മെയിനായിട്ട് മൂത്ത മോക്ക് സ്വീറ്റ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്കിന്ന് ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ മൂത്ത മോളാണ്. നമുക്ക് ഇതെല്ലാം ഒന്ന് ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഇന്നത്തെ ഗസ്റ്റിനെ ഒന്ന് വിളിക്കാം. അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ ഗസ്റ്റിനെ ഞാൻ വിളിക്കാൻ പോവാണ്. മിനുമോൾ എന്താ പൊളി. എൻ്റെ മൂത്ത മോളാണ് മിനു, കോളേജിൽ വന്നാണ്. അപ്പോൾ അവള് വരുമ്പോൾ സർപ്രൈസ് കൊടുക്കാന്ന് വെച്ചാൽ കുറച്ച് ദിവസം കൊണ്ട് പറയുന്നുണ്ട്. സ്വീറ്റ്സിന്റെ മെയിൻ ആശാട്ടിയാണ്. അപ്പൊ അത് കാരണമാണ് ഞാൻ ഇന്ന് സ്വീറ്റ്സ് വെച്ചത്. കഴിഞ്ഞ ദിവസം വെയിറ്റ് ചെയ്യും, അത് എനിക്കറിയാം. കഴിഞ്ഞ ദിവസം നമ്മള് സ്പൈസി ആയിട്ട് ഓണിയന്റെ നമ്മള് ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കിയായിരുന്നു. അത് എൻ്റെ രണ്ടാമത്തെ മോക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ വീഡിയോ കണ്ടു കാണുമല്ലോ. ആകെ സ്പൈസി ആയിട്ടുള്ള ഫുഡുകളാണ് രണ്ടാമത്തെ മോക്ക്. ഇതെന്ന് വെച്ചാൽ ഭയങ്കര സ്വീറ്റിന്റെ ആളാണ്. അപ്പൊ അത് കാരണം സ്വീറ്റ് ആയിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ സ്വീറ്റിനെ തന്നെ സ്വീറ്റ് എങ്ങനെ ഉണ്ടോന്ന് ചോദിക്കാനായിട്ട് കൊടുക്കാം. കുഴപ്പമില്ലെന്നേ, എനിക്കിഷ്ടപ്പെട്ടു. നല്ല റിവ്യൂ കിട്ടണമെങ്കിൽ ഇങ്ങോട്ട് വരണം. അപ്പൊ നമ്മുടെ പായസം നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഇതിന്റെ മിക്സ് നേരത്തെ തയ്യാർ ചെയ്ത് എടുത്ത് വെക്കാൻ പറ്റും. അരിയും നമ്മുടെ കാഷ്യൂവും അതുപോലെ ഏലക്കായും പൊടിച്ച് നമ്മൾ ഒരു ഗ്ലാസ് ബോട്ടിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേക്കാമെങ്കിൽ നമുക്കിത് എപ്പോൾ ആവശ്യമുണ്ടോ ആ സമയത്ത് നമുക്ക് പാലൊന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പം ആക്ച്വലി ഇത് വൈറ്റാണ്, കുഴപ്പമില്ലായിരുന്നല്ലോ. ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചത് ഇത് ശർക്കര ഒക്കെ ഇട്ടിട്ട് ഡാർക്ക് ബ്രൗൺ ഒക്കെ. അപ്പൊ നമ്മുടെ നാട്ടിലെ രീതിയിൽ അരിപ്പായസം നല്ല ശർക്കരയൊക്കെ ഇട്ടുള്ള രീതിയാണ് ഒന്നുകൂടി ഇഷ്ടം എന്ന് പറയുന്നു. കുഴപ്പമില്ല, ഇത് അഡ്ജസ്റ്റ് ചെയ്യും. അടുത്ത പ്രാവശ്യം നമുക്ക് ശർക്കര ഇട്ട് നല്ല അടിപൊളിയായിട്ട് വേറെ പായസം നമുക്ക് തയ്യാർ ചെയ്യാം. അപ്പം ഈ ഒരു പായസം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്തതിനു ശേഷം കമന്റ്സിൽ എന്നെ അറിയിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നല്ലൊരു റെസിപ്പീസുമായിട്ട് വീണ്ടും വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം ജീനു. ഞാൻ പോവാണേ. ടാറ്റാ, ബൈ.